ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ്. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഒരു സ്പെഷ്യൽ ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തെ കനകക്കുന്നില് ഒരു സ്പെഷ്യൽ പുഷ്പമേള നടക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് ഞങ്ങള് ഒരു ഈവനിങ്ങിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കണ്ട കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ എന്നാ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. രാത്രി ഒരു 7 ആയപ്പോഴേക്കിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ ഒട്ടും പ്ലാനിങ്ങോടെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഇവിടെ വരെ എത്തിയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പോ അതിൻ്റെതായിട്ടുള്ള ചില എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഇതിൽ കാണും. എല്ലാവരും ക്ഷമിക്കുക. ഈ വസന്തോത്സവം ഇവിടെ സ്ഥിരമായിട്ടുള്ളതൊന്നുമല്ല. അടുത്ത മാസം, അതായത് ജനുവരി 5-ാം തീയതി വരെ ഉള്ളൂ. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പുറത്തത്തെ കാഴ്ചയാണ് ഇത്. ഇതിന്റെ അകത്ത് ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് അലങ്കാര ചെടികളും അതുപോലെ നമ്മുടെ ഈ പുതുതലമുറക്കൊന്നും അറിയാത്ത അത്രയും ഔഷധ ചെടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതാ ഇപ്പോ ഇത് നമ്മുടെ ജഡായു. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അതിൻ്റെ ഒരു പിക്ചർ ഒരു ബോർഡിൽ എന്ന വിധം വെറും ഫ്ലവർ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു വീട്, ഇതും ഫ്ലവർ വെച്ചിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. കൂടുതലും ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് റോസ് ആണ്. കാണാൻ തന്നെ ഭംഗിയുണ്ട്. എത്ര നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ നേരിട്ട് കാണുന്ന സുഖം ഒരിക്കലും നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ കിട്ടൂല. മൊത്തം റോസാണ്. പല കളറിലുള്ള റോസാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോ 5-ാം തീയതി വരെയൊക്കെ ഇങ്ങനെ തന്നെ ഈ ഫ്ലവർ ഒക്കെ വാടാതെ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്ര പോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാന്. കണ്ടോ, പല ഡിസൈനിൽ ചെടികളും അലങ്കാര ചെടികളും ഫ്ലവറും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണോട് കാണുന്ന അത്രയും രസം ഒരിക്കലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കും. നമ്മുടെ മനസ്സിനും അതുപോലെ കണ്ണിനൊക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്.
പിന്നെ ഇതൊക്കെ നമ്മുടെ സ്വന്തം റോസ്, പല നിറത്തിലുള്ള റോസ് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2-3 ഫ്ലവർ ഉണ്ടെന്ന്. അതിലത്തെ ഒന്നാണ് ഈ കാണുന്നത്, വള്ളിമേല് വളരുന്ന റോസ്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമാണ്. ഞാൻ ഫോട്ടോസിലും അതുപോലെ വിദേശത്തുള്ള ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാന്. ശരിക്കും പറഞ്ഞ ആ റോസ് നമ്മുടെ നാട്ടിൽ വളരുമെന്ന് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇതിന്റെ തൈ അവിടെ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ബോൺസായി ട്രീസ്, പല പൂക്കളിലും പല ടൈപ്പിലുള്ള ബോൺസായി ട്രീസ് ഉണ്ട്. ഇത് നമ്മൾ വീട്ടിന്റെ അകത്തും പുറത്തും ഒക്കെ അലങ്കാരത്തിനായിട്ട് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. സ്വീകരണ മുറിയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ്. ഇത് പിന്നെ നമ്മുടെ കള്ളിമുൾ ചെടിയുടെ വിവിധ ടൈപ്പിലുള്ളത്, പല ടൈപ്പിലുള്ള കള്ളിമുൾ ചെടികളുണ്ട്. എനിക്ക് ഇതിന്റെ ഒന്നും കറക്റ്റ് ഇഷ്ടപ്പെട്ടതിൽ ഒന്ന് ഇതാണ്. ഇതൊരു പഞ്ഞി പോലുള്ള ഒരു ചെടിയാണ് കേട്ടോ. എന്താ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എവിടെ ഉള്ളതാണെന്നും അറിഞ്ഞൂടാ. എനിക്കതിന്റെ പേരൊന്നും അറിഞ്ഞൂടാ. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ ഇപ്പൊ ഈ കാണുന്നത് കള്ളിമുൾ ചെടി പോലെ തന്നെയാണ്, അതിന്റെ ചെറിയ തൈകളാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വളർത്തിയിരിക്കുന്ന കുറച്ച് ചെടികളാണ്. കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ അക്വേറിയം പോലെ, അക്വേറിയം ഒക്കെ നമ്മൾ വീട്ടിൽ വെക്കുമല്ലോ, അതുപോലെ വീട്ടിന്റെ അകത്ത് സ്വീകരണ മുറിയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഒരു കാണാൻ ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു ദൃശ്യങ്ങളാണിത്. കണ്ടോ, ഇതിന്റെ പേര് മുകളിലുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഷൂട്ട് ചെയ്യാൻ നിന്നാല് വീഡിയോയുടെ ലെങ്ത് അത്രയ്ക്കും കൂടുതലായി പോകും. ഇതന്നെ മാക്സിമം ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്തതാണ്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് നേരിട്ട് കാണുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞ മനസ്സിലാവൂല, അത്രയ്ക്കും ഭംഗിയാണ് ഇത് നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഇത് ഗ്ലാസ്സിൽ തന്നെ ഉണ്ടാക്കിയ കുറച്ച് മോഡൽസ് ആണ്. അതായത് നമ്മുടെ കാടിന്റെയും പിന്നെ നമ്മുടെ കാട്ടിലെ ജീവിതം, അങ്ങനെ കുറച്ച് പിന്നെ മോഡൽസ് ആണ് ഗ്ലാസ്സിൽ ഉണ്ടാക്കിയത്. ഇതും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു.
പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാല് പൂക്കളും ഇലകളൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ കുറെ ബൊക്കകളാണ്. ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ എനിക്ക് പകർത്താൻ പറ്റിയില്ല. അതൊക്കെ കൂടെ പകർത്തിയ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടും. ഇതിൽ നിന്നും ഞാൻ എനിക്ക് അട്രാക്റ്റീവ് ആയി തോന്നിയ കുറച്ച് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ഓർക്കിഡ് ഇനത്തിലൊക്കെ പെട്ട ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് കുറവായ ആ ഭാഗത്ത് ലൈറ്റ് കുറവായത് കാരണം പിന്നെ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വീഡിയോ ഒരു ഇരുട്ടായ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഇത് കണ്ടോ, ഏറുമാടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കുട്ടികളൊക്കെ കയറി നോക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ചുള്ളത് അവര് കാട്ടിലെ ജീവിതങ്ങളും മൃഗങ്ങളെയും ഒക്കെ കാണിക്കാനും വേണ്ടിയിട്ട് കുറച്ച് മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ അവരുടെ ഗോത്രവർഗ ഭക്ഷണശാല എന്നും പറഞ്ഞിട്ട്, അതുപോലെ ഗോത്രവർഗ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വെറൈറ്റീസ് ഓഫ് പല നമ്മൾ കാണാത്ത ഐറ്റം ഫുഡ് ഉണ്ടായിരുന്നു. അതിലൊരു റെസിപ്പി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചറിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ റെസിപ്പി ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. കണ്ടോ, പഞ്ഞിമിഠായി ഉണ്ടാക്കണേണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ കാഴ്ച. ഞാൻ ഈ റെസിപ്പി കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ സക്സസ് ആയിട്ടില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകമായി. പിന്നെ ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞങ്ങള് കഴിക്കാനായിട്ട് നിന്നിട്ടില്ല. കുട്ടനാട്ടിലെ വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സമയക്കുറവ് മൂലം കൂടുതൽ നിന്നില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ പോന്നപ്പോ തന്നെ 10 മണി ആവാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉറക്കം വരാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോരാ ചെയ്ത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നെ പോലെ ഫ്ലവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതൽ ഇത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക. അല്ലാത്തവർക്ക് ചിലപ്പം ബോർ അടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസും നല്ല നല്ല റെസിപ്പികളും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.